ഇന്ത്യ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. അറ്റോർണി ജനറൽ ആണെങ്കിൽ അത് ആർ വെങ്കിട്ടരമണിയാണ്. ഒപ്പം പഠിച്ചു വെക്കാം, ISROയുടെ ചെയർമാൻ എസ് സോമനാഥ് ആണ്. ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്. എന്നാൽ VSSCയുടെ ചെയർമാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ നായരാണ്. ഉണ്ണികൃഷ്ണൻ നായരാണ് VSSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. എസ് ഉണ്ണികൃഷ്ണൻ നായരാണ്. അടുത്തത് റെയിൽവേ ബോർഡിന്റെ ചെയർമാനാണ് അനിൽകുമാർ ലാഹോട്ടിയാണ്. അനിൽകുമാർ ലാഹോട്ടിയാണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലാഹോട്ടി എന്നുള്ളത് ലോക്കോമോട്ടീവ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാഹോട്ടി എന്നുള്ളത് ലോക്കോമോട്ടീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് റെയിൽവേ ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് അനിൽകുമാർ ലാഹോട്ടിയാണ്. ഇനി അതേപോലെ തന്നെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അപ്പൊ മൃത്യുഞ്ജയ് മന്ത്രം എന്നൊക്കെ പറയുന്നത് എന്താണ്? മരണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ് മന്ത്രം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻസസ് എടുക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ആണെന്ന് ഓർത്താൽ മതി. ജീവിച്ചിരിക്കുന്നവരുടെയാണ് സെൻസസ് എടുക്കുന്നത്. അപ്പൊ ഇതങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. അതുപോലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആണെങ്കിൽ അത് അനിൽകുമാർ ലാഹോട്ടിയാണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മാധവ് കൗശിക് ആണ്. മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് മാധവ് കൗശിക്. അതുപോലെ കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് വി നാഗ്ദാസ് ആണ് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ എന്ന് പറയുന്നത് അവികുമാർ സർക്കാരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രസിനെ നമുക്ക് സർക്കാരുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അവികുമാർ സർക്കാരാണെന്ന് ഓർക്കുക. ഇനി അതുപോലെ തന്നെ CBIയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഡയറക്ടർ എന്ന് പറയുന്നത് പ്രവീൺ സൂദ് ആണ്. CBIയുടെ ഡയറക്ടർ ആണ് പ്രവീൺ സൂദ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, CBIയുടെ ഡയറക്ടർ പ്രവീൺ സൂദ് ആണ്. അടുത്തത് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എന്ന് പറയുന്നത്. അതേപോലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറാണ് തപൻ ദേഗയാണ് ഇന്റലിജൻസ് ബ്യൂറോ IB ഡയറക്ടറാണ് തപൻ ദേഗ. അതുപോലെ വിജിലൻസ് ആണെങ്കിൽ അത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. IBയുടെ ആണെങ്കിൽ അത് തപൻ ദേഗയാണ്. അടുത്തത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആണ് ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാനാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അതേപോലെ വ്യോമസേനയുടെ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ VR ചൗധരിയാണ് വ്യോമസേനയുടെ മേധാവി. അടുത്തത് കരസേന മേധാവിയാണ് ജനറൽ മനോജ് പാണ്ഡെയാണ് കരസേനയുടെ മേധാവി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാണ്ഡെ ഓർത്താൽ മതി. പാണ്ഡെ കാണപ്പെടുന്നത് എവിടെയാണ്? കരയിലാണ് പാണ്ഡെ കാണപ്പെടുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. കരസേനയുടെ മേധാവി ജനറൽ മനോജ് പാണ്ഡെയാണ്. അതേപോലെ നാവികസേനയുടെ മേധാവിയാണ് അഡ്മിറൽ R ഹരികുമാറാണ് നാവികസേനയുടെ മേധാവി എന്ന് പറയുന്നത്. അപ്പൊ ഹരി എന്ന് പറയുന്നത് ആരാണ്? ലോർഡ് വിഷ്ണുവാണ് ഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഹരി അല്ലെങ്കിൽ വിഷ്ണു കിടക്കുന്നത് എവിടെയാണ്? സമുദ്രത്തിലാണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. നാവികസേന മേധാവിയുടെ അഡ്മിറൽ R ഹരികുമാറാണ്. അടുത്തത് ക്യാബിനറ്റ് സെക്രട്ടറിയാണ് രാജീവ് ഗൗബയാണ് ക്യാബിനറ്റ് സെക്രട്ടറി. പ്രതിരോധ സെക്രട്ടറി ആണെങ്കിൽ അത് ഗിരിധർ അരമനയാണ് പ്രതിരോധ സെക്രട്ടറി. അപ്പൊ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയും പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനയുമാണ്. അടുത്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിനയ് മോഹൻ ക്വത്രയാണ് വിദേശകാര്യ സെക്രട്ടറി. അതുപോലെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആണെങ്കിൽ അത് അജയ് കുമാർ ബെല്ലയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അടുത്തത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടറാണ് ദിൻകർ ഗുപ്തയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയുടെ ഡയറക്ടറാണ് ദിൻകർ ഗുപ്ത. അടുത്തത് റോയുടെ ഡയറക്ടറാണ്. റോ എന്ന് പറയുന്നത് റിസർച്ച് അനാലിസിസ് വിങ് ആണ് എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ടറാണ് സാമന്ത് ഗോയലാണ് റോയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ഓർത്ത് വെക്കുക. നാഷണൽ NIAയുടെ ഡയറക്ടറാണ് ദിനകർ ഗുപ്തയും റോയുടെ ആണെങ്കിൽ അത് സാമന്ത് ഗോയലുമാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.